ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണി വളർച്ചയുടെ പാതയിലാണ്. കോവിഡ് വ്യാപനത്തിന് ശേഷം മികച്ച രീതിയിൽ അതേ മൊമെന്റം നിലനിർത്തി മുന്നോട്ട് പോകുന്ന ചുരുക്കം ചില മേഖലകളിൽ ഒന്നാണ് സ്മാർട്ട് ഫോൺ വിപണി എന്ന് നിസ്സംശയം പറയാം. അതിന്റെ കാരണക്കാരിൽ ഒരാളാണ് ലോകോത്തര ബ്രാൻഡായ ആപ്പിള്. അവരുടെ വിവിധ മോഡലുകൾ കോവിഡിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടാക്കിയ തരംഗം ചെറുതല്ല. അടുത്ത കാലത്തായി ആപ്പിൾ ഫോണുകൾക്ക് വലിയ രീതിയിൽ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ചില ഘട്ടങ്ങളിൽ പ്രധാന എതിരാളികളായ സാംസങ്ങിനെ പോലും കടത്തിവെട്ടുന്ന പ്രകടനമാണ് ആപ്പിളിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. വിൽപ്പനയിലായാലും സ്വീകാര്യതയിലായാലും ആപ്പിളിന്റെ വളർച്ച അസൂയാവഹമാണെന്ന് പറയാതെ വയ്യ. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മോഡലായ ഐഫോൺ 16 സീരീസിനും ഉപയോക്താക്കളിൽ നിന്ന് വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. ഈ മോഡലിന്റെ വിൽപ്പന കണക്കുകൾ അനുദിനം കുതിച്ചുയരുകയാണ്. എന്നാൽ പുതിയ മോഡൽ വന്നെന്ന് കരുതി ആപ്പിളിന്റെ പഴയ ഫോണുകൾ പിൻനിരയിലേക്ക് പോകുമെന്ന് കരുതിയവർക്ക് തെറ്റി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഐഫോൺ 15 സീരീസിലെ ഫോണുകൾക്ക്, പ്രത്യേകിച്ച് ഇവയുടെ പ്രോ മോഡലുകൾക്ക് വേണ്ടി ആളുകൾ കാണിക്കുന്ന താല്പര്യം. ഈ സീരീസിലെ മോഡലുകളിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്നവയിൽ ഒന്നാണ് ഐഫോൺ 15 പ്രോ. നിങ്ങൾക്കൊരു ഐഫോൺ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും പറ്റിയ സമയം ഇതാണ്. ഈ ഫോണിന് വമ്പൻ ഡിസ്കൗണ്ട് ലഭ്യമാവും എന്നതാണ് കാരണം. ഈ ഓഫർ നിങ്ങൾക്ക് വിജയ് സെയിൽസിൽ മാത്രമാണ് ലഭ്യമാവുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയവയെ സമീപിച്ചിട്ട് കാര്യമില്ലെന്നർത്ഥം. നിലവിൽ വിജയ് സെയിൽസിൽ ഈ ഫോണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 1,02,190 രൂപയ്ക്കാണ്. അതായത് ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ നൽകിയിരുന്ന 1,34,999 രൂപ എന്ന വിലയേക്കാൾ വളരെ താഴെയാണിത്. ആകെ 32,809 രൂപയുടെ കിഴിവാണ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നത്. എന്നാൽ അന്തിമ വില ഇതിലും താഴേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഐഫോൺ 15 പ്രോയുടെ വില 1,00,000 രൂപയിൽ താഴേക്ക് എത്തിക്കാൻ വിവിധ ബാങ്ക് കാർഡുകൾ വഴി കഴിഞ്ഞേക്കും. ഇതിനായി HDFC ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് 4,500 രൂപയുടെ കിഴിവാണ് ലഭിക്കുന്നത്. എന്നാൽ ഇത് EMI ഓഫർ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ലഭ്യമാവുക. ഈ ഓഫർ കിട്ടുകയാണെങ്കിൽ ഫോണിന്റെ വില 97,690 എന്ന വിലയിലേക്ക് ഒറ്റയടിക്ക് താഴുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഉപയോക്താക്കൾക്കിടയിൽ ഐഫോൺ 15 പ്രോയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. 8MP+ 12MP പിൻ ക്യാമറ, 12MP+ മുൻ ക്യാമറ എന്നിവയും 15 പ്രോയിൽ വരുന്നുണ്ട്. ഐഫോൺ 16 സീരീസ് പുറത്തിറക്കിയതിന് പിന്നാലെ പഴയ ഐഫോൺ മോഡലുകളിൽ ചിലത് വിപണിയിൽ പിൻവലിച്ചിരുന്നു കമ്പനി. ഇക്കൂട്ടത്തിൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഐഫോൺ 15 പ്രോ, 15 പ്രോ മാക്സ് എന്നിവയും പിൻവലിച്ചിരുന്നു. ഐഫോൺ 16 സീരീസ് പുറത്തിറങ്ങിയതിനു ശേഷം ആപ്പിളിന്റെ മുൻ തലമുറ ഫോണുകൾക്ക് വൻ വിലക്കുറവാണ് ഈ മാർക്കറ്റുകളിൽ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചറുകൾ ഉൾപ്പെടെ ഏറ്റവും പുതിയ എല്ലാ ആപ്പിൾ അപ്ഡേറ്റ്സുകളും സ്വീകരിക്കാൻ ഐഫോൺ 15 പ്രോ സജ്ജമായതിനാൽ നിലവിൽ വിപണിയിൽ ഐഫോൺ 16 സീരീസ് പോലെ തന്നെ ഐഫോൺ 15 സീരീസിനും വിപണിയിൽ ഡിമാൻഡ് ഉണ്ട്. ഐഫോൺ 16 സീരീസിന്റെ ഏറ്റവും തൊട്ടടുത്ത തലമുറ എന്ന നിലയിൽ 15, 15 പ്രോ, 15 പ്രോ മാക്സ് എന്നിവയ്ക്ക് വിപണിയിൽ ഇപ്പോൾ വലിയ ഡിമാൻഡ് ആണ് ഉള്ളത്. പുതുതായി ഇറങ്ങിയ ഐഫോൺ 16 സീരീസിന് ലഭിക്കുന്ന ഏതാണ്ട് മുഴുവൻ അപ്ഡേറ്റ് ഫീച്ചറുകളും ഐഫോൺ 15 സീരീസിനും ലഭിക്കുന്നുണ്ട്.